ഹായ് ഓൾ, എഡ്യൂസോഫ്റ്റ് മലയാളത്തിൻ്റെ ഏറ്റവും പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2022 അധ്യയന വർഷത്തെ ഡിപ്ലോമ ഇൻ എലിമെൻ്ററി എഡ്യൂക്കേഷൻ D.El.Ed അഡ്മിഷനുമായി ബന്ധപ്പെട്ട് കണ്ണൂർ ജില്ലയിൽ അപേക്ഷ നൽകിയ വിദ്യാർത്ഥികളുടെ ആപ്ലിക്കൻസ് ലിസ്റ്റ് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിരിക്കുന്നു. നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങൾ യൂട്യൂബ് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ ചേർക്കുന്നുണ്ട്, അതുകൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ശ്രദ്ധിക്കുക. കണ്ണൂർ ജില്ലയിൽ 2022-24 അധ്യയന വർഷത്തിൽ D.El.Ed ഗവൺമെൻറ് പ്രവേശനത്തിന് അപേക്ഷ നൽകിയ വിദ്യാർത്ഥികളുടെ വിശദവിവരങ്ങൾ അടങ്ങിയ ലിസ്റ്റ് എക്സൽ ഷീറ്റിൽ താഴ്ചയിറക്കുന്നു. ലിസ്റ്റ് പരിശോധിച്ച് ഡാറ്റ എൻട്രിയുമായി ബന്ധപ്പെട്ട പരാതികൾ ഉണ്ടെങ്കിൽ 20/9/2022 കണ്ണൂർ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ഓഫീസിൽ നേരിട്ട് സമർപ്പിക്കേണ്ടതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഗവൺമെൻറ് മേഖലയിലെ അപേക്ഷ നൽകിയ വിദ്യാർത്ഥികളുടെ ലിസ്റ്റ്, അപേക്ഷയുടെ ലിസ്റ്റാണ് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അതിൽ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ 20-ാം തീയതി സെപ്റ്റംബർ 20-ാം തീയതിക്ക് മുമ്പായി കണ്ണൂർ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ കാര്യാലയത്തിൽ നേരിട്ട് സമർപ്പിക്കണമെന്നാണ് ഇവിടെ പറയുക. ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗവൺമെൻറ് സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് പരിശോധിക്കാൻ സാധിക്കുന്നതാണ്. ഇനി സെൽഫ് ഫിനാൻസ് മേഖലയിലെ ലിസ്റ്റ് പിന്നീട് പ്രസിദ്ധീകരിക്കുന്നതാണ് എന്നും വെബ്സൈറ്റിൽ നിന്ന് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ലിസ്റ്റ് ഇപ്പോൾ പരിശോധിക്കാൻ സാധിക്കുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. സെപ്റ്റംബർ 20-ാം തീയതിക്കകം കണ്ണൂർ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ഓഫീസിലാണ് നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ അറിയിക്കേണ്ടത്. ഉപ ഡയറക്ടർ ഓഫീസിലെ ഫോൺ നമ്പരും നമ്മുടെ വെബ്സൈറ്റിലേക്കുള്ള ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചേർക്കുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ഓഫീസിൽ കോൺടാക്ട് ചെയ്യേണ്ടതാണ്. വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് D.El.Ed അഡ്മിഷനുമായി ബന്ധപ്പെട്ട ഓരോ ജില്ലയിലും അപ്ഡേറ്റ് കിട്ടുന്നതനുസരിച്ച് നിങ്ങളിലേക്ക് എത്തിക്കാൻ മാക്സിമം ശ്രമിക്കുന്നു. ചാനൽ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി മറ്റൊരു അപ്ഡേറ്റുമായി വീണ്ടും കാണാൻ പ്രതീക്ഷയോടെ എല്ലാവർക്കും നന്ദി.